ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ജോലി സ്ഥലത്ത് പറയാൻ പറ്റിയ സെൻറ്റൻസാണ് ഇവിടെ പറയുന്നത്. വർക്ക് പ്ലേസിൽ പറയാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണാം, നിങ്ങൾ നിങ്ങളുടെ ജോലി പൂർത്തിയാക്കിയോ. നിങ്ങൾ നിങ്ങളുടെ ജോലി പൂർത്തിയാക്കിയോ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നിങ്ങളുടെ വെച്ചാൽ എന്താ? യു. നിങ്ങൾ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ യുവേഴ്സ്. ജോലി എന്ന് വെച്ചാൽ എന്താ? വർക്ക്. പൂർത്തിയാക്കിയോ, ഫിനിഷാക്കിയോ, പൂർത്തിയാക്കിയോ, കംപ്ലീറ്റ് ആക്കിയോ, ചെയ്ത് തീർത്തോ. ഇതാണ് ഇവിടുത്തെ മീനിങ്. അപ്പം നമ്മളിത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. Have you completed your work? നിങ്ങൾ നിങ്ങളുടെ ജോലി പൂർത്തിയാക്കിയോ. ഹാവ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഈ ജോലി എപ്പോൾ പൂർത്തിയാകും. ഈ ജോലി, ഈ എന്ന് വെച്ചാൽ എന്താ? ദിസ്. ഇംഗ്ലീഷിൽ ഈ ജോലി, ദിസ് ജോലി, ജോബ് അല്ലെങ്കിൽ വർക്ക് എപ്പോൾ പൂർത്തിയാകും. പൂർത്തിയാകുമ്പോൾ ഇംഗ്ലീഷ് എന്താ? ഫിനിഷ്. അത് പൂർത്തിയാകും. അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം വെൻ ഇറ്റ് വിൽ ഫിനിഷ്, വെൻ ഇറ്റ് വിൽ ഫിനിഷ്. അപ്പം വിൽ ചേർക്കേണ്ടതാണ് ഇത്. കാര്യം ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ചോദിക്കുകയാണ് എപ്പോൾ പൂർത്തിയാകും. അപ്പം ഈ ജോലി എപ്പോൾ പൂർത്തിയാകും. അപ്പം നമ്മളത് ഇംഗ്ലീഷിലോട്ട് എഴുതാം. വെൻ, എപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ടാണ് വെൻ. വെൻ വിൽ this work, when will this work be completed. ഇവിടെ സ്ഥലമില്ല. when will this work will be completed. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം വെൻ വിൽ ചേർത്തേണ്ട, അത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ്. വെൻ വിൽ ദീസ് വർക്ക് ബി കംപ്ലീറ്റഡ്. എപ്പോൾ ഇത് കഴിയും, ഈ ജോലി എപ്പോൾ കഴിയും. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഈ റിപ്പോർട്ട് എനിക്ക് ഷെയർ ചെയ്യുമോ. ഈ റിപ്പോർട്ട് എനിക്ക് ഷെയർ ചെയ്യുമോ. ഈ എന്ന് വെച്ചാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു ദിസ്. ഈ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പഠിച്ചത് ദിസ് റിപ്പോർട്ട് എനിക്ക്. ഈ എനിക്കെന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഷെയർ ചെയ്യുമോ. ഷെയർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഷെയർ, ഇംഗ്ലീഷിലും ഷെയർ തന്നെയാണ്. ചെയ്യാമോ, നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇംഗ്ലീഷിലോട്ട് നമുക്ക് എഴുതാം. Can you share this. ഈ റിപ്പോർട്ടല്ലേ this. Can you share this report. Can you share this report. ഈ റിപ്പോർട്ട് എനിക്ക്, ആർക്കാണ്? എനിക്ക്. ഈ റിപ്പോർട്ട് എനിക്ക് ഷെയർ ചെയ്യുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം can you share this report with me. അപ്പോൾ can you share this report with me. ഈ റിപ്പോർട്ട് എനിക്ക് ഷെയർ ചെയ്യുമോ. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി നമുക്ക് ഫോർത്ത് പോയിന്റോട്ട് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ. നിങ്ങളെന്ന് വെച്ചാൽ എന്താ? യു. എന്തെങ്കിലും, എന്തെങ്കിലുമിൻ്റെ മീനിങ്, എന്തെങ്കിലും എന്ന് പറയുമ്പോൾ
എനി ഡു യു ഫേസ്, ഇവിടെ എന്താ നേരിടുന്നു. നേരിടുക എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ പറയണേ, ഫേസ്. അപ്പോൾ എന്തെങ്കിലും ഡു യു ഫേസിങ് എനി പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബ്ലംസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, അപ്പം ഇതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Are there any challenges? Are there any challenges? ഇവിടെ ഈ ഉണ്ട്. Are there any challenges you are facing? Are there any challenges you are facing? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? Are there any challenges you are facing? Next point, ഇതിൽ മാനേജറെ ഉൾപ്പെടുത്തണോ? അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇതിൽ മാനേജറെ ഉൾപ്പെടുത്തണോ. അപ്പം ഇതിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ഇതിൽ പറയണത്, ദിസ് ഇതിൽ എന്ന് വെച്ചാൽ ദിസ്, മാനേജറെ ഉൾപ്പെടുത്തണോട് ഇംഗ്ലീഷ് എന്താ, ഉൾപ്പെടുത്തണോ എന്ന് പറഞ്ഞ് ഇൻവോൾവ് ചെയ്യിപ്പിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. Should we involve the manager? Should we involve the manager? Should we involve the manager in this? Question mark. ഈ നെക്സ്റ്റ് പോയിന്റ് എന്താ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം ഇതിനെന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ഇത് ഇവിടെ ചോദിച്ചേക്കണേ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അപ്പോൾ ഇതെന്ത്, യുവർ ഒപ്പീനിയൻ. ഇതിനെക്കുറിച്ച് ഇതിനെന്ന് പറഞ്ഞാൽ ദിസ്, നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ യുവർ, അഭിപ്രായത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ, ഒപ്പീനിയൻ. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതാം. What is your opinion? What is your opinion about this? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ്. അപ്പോൾ അടുത്ത പോയിന്റ്, അപ്പോൾ ഈ പേജിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചെന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ജോലി പൂർത്തിയാക്കിയോ? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക്? നെക്സ്റ്റ് പോയിന്റ്, ഈ ജോലി എപ്പോൾ പൂർത്തിയാകും? വെൻ വിൽ ദിസ് വർക്ക് ബി കംപ്ലീറ്റഡ്? ഈ റിപ്പോർട്ട് എനിക്ക് ഷെയർ ചെയ്യാമോ? Can you share this report with me? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? Are there any challenges you are facing? ഇതിൽ മാനേജറെ ഉൾപ്പെടുത്തണോ? Should we involve the manager in this? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? What is your opinion about this? ഇങ്ങനെ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. 6th പോയിന്റ്, ഈ ജോലിയുടെ പ്രാഥമികത എന്താണ്? ഈ എന്ന് പറഞ്ഞാൽ ദിസ്, ജോലി, വർക്ക്. പ്രാഥമികത എന്ന് വെച്ചാൽ എന്താ,
പ്രയോറിറ്റി എന്താണ്, വാട്ട്. അപ്പോൾ നമുക്കിതിനെ ഇംഗ്ലീഷിലോട്ട് എഴുതാം. what is the priority of this work? What is the priority of this work? ഈ ജോലിയുടെ പ്രാഥമികത എന്താണ്? അടുത്ത പോയിന്റ് നോക്കാം ഇനി. വേറെ ആരൊക്കെ ഈ പ്രൊജക്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട്? വേറെ ആരൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? who else. വേറെ ആരൊക്കെ, who else, where. ജോലി എന്ന് പറഞ്ഞാൽ വർക്ക്, ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാമെന്ന് നോക്കാം. who else വേറെ ആരൊക്കെ, who else where. വേറെ ആരൊക്കെ, who else where working in this project. ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഈ ജോലി മാറ്റി വെച്ചാലോ. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ്. ജോലി എന്ന് വെച്ചാൽ വർക്ക്. മാറ്റി വെച്ചാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയണേ? പോസ്റ്റ്പോൺ ചെയ്യത്തില്ലേ? പോസ്റ്റ്പോൺ ചെയ്താലോ, ഈ ജോലി മാറ്റി വെച്ചാലോ. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കാം. can we postpone this work? ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഈ ജോലി മാറ്റി വെച്ചാലോ, ക്യാൻ വി പോസ്റ്റ്പോൺ ദിസ് വർക്ക്. നെക്സ്റ്റ് പോയിന്റ് എന്താ? മീറ്റിംഗ് ആരാണ് നയിക്കുക? അപ്പോൾ ആരെന്ന് പറഞ്ഞാൽ എന്താ? ഹൂ. നയിക്കുക, ലീഡ് ചെയ്യുക. ഇംഗ്ലീഷിൽ പറയണം എങ്ങനെയാണ്? അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. who will lead the meeting? മീറ്റിംഗ് ആരാണ് നയിക്കുക? നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. മീറ്റിംഗ് എത്ര നേരം നീളും? അപ്പോൾ എന്താ? എത്ര നേരം എന്നുള്ള ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഹൗ ലോങ്. മീറ്റിംഗ് എത്ര നേരം നീളും? ലാസ്റ്റ്. നീളുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്. അപ്പം നമുക്കിതിനെ ഇംഗ്ലീഷിൽ പറയാം. How long will the meeting last? മീറ്റിംഗ് എത്ര നേരം നീളും? How long will the meeting last? ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം.
ഈ റിപ്പോർട്ട് ഞാൻ എങ്ങനെ മെച്ചപ്പെടുത്തും? ഈ റിപ്പോർട്ട് ഞാൻ എങ്ങനെ മെച്ചപ്പെടുത്തും? അപ്പോൾ എങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് റിപ്പോർട്ട്. ഞാൻ എന്ന് വെച്ചാൽ ഐ. എങ്ങനെയെന്ന് വെച്ചാൽ എന്താ? ഹൗ. എങ്ങനെയെന്ന് വെച്ചാൽ എന്താ? ഹൗ. അപ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ എങ്ങനെ മെച്ചപ്പെടുത്തും? അപ്പം മെച്ചപ്പെടുത്തുകയുടെ ഇംഗ്ലീഷ് എന്താ? ഇംപ്രൂവ്. മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതേണ്ടതെന്ന് നോക്കാം. ഹൗ ക്യാൻ ഐ improve? How can I improve this report? ഈ റിപ്പോർട്ട് ഞാൻ എങ്ങനെ മെച്ചപ്പെടുത്തും? ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് ദിസ് റിപ്പോർട്ട്? അപ്പോൾ ഈ നെക്സ്റ്റ് പോയിൻ്റ് എന്താ? ഈ പോയിൻ്റ് വ്യക്തമാക്കാമോ? ഈ പോയിൻ്റ് വ്യക്തമാക്കാമോ? അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് പോയിൻ്റ്. അതൊരു പോയിൻ്റ്, ഒരു വർക്കിലെ എന്തോ ഒരു പോയിൻ്റാണ്. ഇത് നിങ്ങൾ എനിക്ക് വ്യക്തമാക്കി തരുമോ? ഈ പോയിൻ്റ് വ്യക്തമാക്കുമോ? അപ്പോൾ നമുക്ക് ഇതിന് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാൻ നോക്കാം. വ്യക്തം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാരിഫൈ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എഴുതാൻ പോവുകയാണ്.